ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രൈഡേ നൈറ്റ്സ് വ്ലോഗ്. ഇപ്പോൾ സമയം രാവിലെ 6:30 ആയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ 6:30 എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് തന്നെ. ഇന്ന് എൻ്റെ സമയത്ത് ഒരു സ്പെഷ്യൽ ദിവസമാണ്. ആസ് യു സോ ഫസ്റ്റ് ഡേ ആസാഫിൻ്റെ സ്കൂളാണ്. ഓ മൈ ഗോഡ്, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഒത്തിരി ആലോചിച്ച് ഞാൻ തല പുകച്ചിട്ടില്ല. എന്തിപ്പോൾ വേണം തീരുമാനിക്കാൻ. ലഞ്ചിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടണമല്ലോ. ഒരു ലഞ്ചും ഒരു സ്നാക്കുമാണ്. ഇവിടെ 2 ഫുഡായിട്ടാണ് അവർക്ക് കൊടുത്തു വിടേണ്ടത്. അപ്പം കഴിഞ്ഞ ദിവസം ലഞ്ച് ബാഗും ടിഫിൻ ബോക്സും ഒക്കെ മേടിച്ചു. ഇനി എന്തെങ്കിലുമൊക്കെ നിറച്ച് കൊടുത്തു വിടണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മഫിൻ്റെ പോർഷൻ കൊടുത്തു വിടാം. ഇത് വലിയൊരു മഫിനാട്ടോ. അപ്പോൾ അതിന് കുറച്ച് കട്ട് ചെയ്തൊരു ഹാഫ് പോർഷൻ അടുത്തേ കൊടുക്കുന്നുള്ളൂ. പിന്നെ അരി തിളപ്പിക്കാനിട്ടു, കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ, ഇത് നഗറ്റ്സ് വറക്കാനിട്ടു, കുറച്ച് ഇത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ നഗറ്റ്സ് കേട്ടോ, ഹോം മെയ്ഡ് നഗറ്റ്സ്. കുട്ടനെ എന്നേക്കടാ കുട്ടനെ. ആസാഫു സ്കൂളിൽ പോകണ്ടേ ഇന്ന്? കുട്ടനെ സ്കൂളിൽ പോണ്ടായോ? സ്കൂളിൽ പോണ്ടായോ? എഴുന്നേറ്റ്. കണ്ടോ, സ്കൂളിൽ പോകാൻ പെട്ടെന്ന് എഴുന്നേറ്റ്. വേണ്ട, അമ്മ ടിഫിനൊക്കെ റെഡിയാക്കി. കാണണ്ടേ അമ്മേൻ്റെ ടിഫിൻ ബോക്സ്? അങ്ങനെ എൻ്റെ ലേശം കരിഞ്ഞോ? കരിഞ്ഞില്ല. ബ്രെഡ് പൊടിയുടെ കളറാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഓക്കെ, നല്ല വ്യൂ അല്ലേ? സോ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി വരുന്ന നേരം കൊണ്ട് ഞാൻ എൻ്റെ ഫ്രൈഡ് റൈസും നഗറ്റ്സും മഫിനെല്ലാം ഇത് ബോക്സിലാക്കി സെറ്റാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ മാത്രം മതിയായിരിക്കും. ഏതായാലും ഒരു വഴിക്ക് പോലെ ഇരിക്കട്ടെ. ഓക്കെ, സ്പൂണും ഫോർക്കും ഇതൊക്കെ തുറക്കാൻ അറിയാവുന്നതിന് എനിക്ക് സംശയം. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ട്രൈ ചെയ്തായിരുന്നു തുറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അന്നേരം അവൻ ശരിക്കും തുറന്നില്ല. ഇല്ല, ടീച്ചർ തുറന്നു കൊടുത്തോളും. ഓക്കെ, ഡൺ. ഇവൻ്റെ ടിഫിൻ ബോക്സും ലഞ്ച് ബാഗൊക്കെ കണ്ടിട്ട് എനിക്ക് സ്കൂളിൽ പോകാൻ തോന്നുന്നു. സോ ഇതൊരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സ്ഥലം എന്ത് ചെയ്യും? ഓക്കെ, ഇതിനകത്താണ് മഫിൻ വെച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു ചുഴിബാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഏതാ ആദ്യത്തെ ലഞ്ചിന് തുറക്കുന്നത്? തുറന്ന് കാണിച്ചേ. തുറന്ന് കാണിച്ചേ. തുറക്കാൻ അറിയാമോ? ഞാൻ നോക്കട്ടെ ആദ്യത്തെ ലഞ്ചിന് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്. വെരി ഗുഡ്. ആദ്യത്തെ ലഞ്ചിന് അതെടുത്ത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലഞ്ചിനോ ഇത് കഴിച്ചിട്ട് ഇതവിടെ കളഞ്ഞിട്ട് വരല്ലേ, അടച്ച് വെച്ച് തിരിച്ച് ഇതിനകത്ത് വെച്ച് ഇത് അടച്ച് സിബിട്ടിട്ട് വരണം. ഓക്കെ, അടുത്ത ലഞ്ചിന് ഏതാ തുറക്കുന്നത്? അപ്പുറത്തെ സൈഡിൽ. ഇതെടുക്കണം. ഓക്കെ, ഇതെടുത്തിട്ട് ഇപ്പം അത് ചൂട് മാറിക്കോളും. ഓക്കെ, ഇത് എടുത്തിട്ട് ഈ 2 സൈഡിൽ ഇങ്ങനെ മേലോട്ടാക്കണം. എങ്ങനെ? തുറന്നു കാണിച്ചേ. അപ്പം സ്പൂണും ഫോർക്കും കണ്ടോ? ഇതിവിടെ ഇങ്ങോട്ട് മാറ്റി വെക്കണം ആദ്യം. എന്നിട്ട് ഈ സ്പൂണും ഫോർക്കും എടുത്ത് അടപ്പിൻ്റെ മണ്ടയിൽ വെക്കണം. ഓക്കെ, എന്നിട്ട് തണ്ടി ഇതിനിടയ്ക്ക് വിരലിടണം. ഇത് കണ്ട് ഈ വൈറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ പറ്റുന്നില്ല. ടീച്ചറിനോട് പറയണം ഓപ്പൺ എന്ന് പറയണം. ടീച്ചർ ക്യാൻ യു പ്ലീസ് ഓപ്പൺ ദിസ്. എന്നിട്ട് ഈ സ്പൂൺ ഇട്ടിട്ട് എന്നിട്ട് കേക്ക് ബിരിയാണി നഗറ്റ്സ് ഇതിട്ടിട്ട് ഈ സ്പൂൺ ഇട്ടിട്ട് ചോറ് വാരി കഴിക്കണം. ഓക്കെ, അങ്ങനെ ഞാൻ ടിഫിൻ ബോക്സിൻ്റെ ലഞ്ച് ബാഗിൻ്റെ ഫുഡിൻ്റെ ഒക്കെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ കൊണ്ടുപോയിട്ട് പിന്നെ വിശന്നാ കഴിക്കാനായത്. ഓക്കെ, ഡൺ. എവിടെ? ടീച്ചർ പാർക്കി വരും. പിന്നെ നിങ്ങൾ കളിക്കുന്ന കാണണ്ടേ? റെഡി? യെസ്, പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എന്നാ വാ കഴിക്കാം. എങ്ങനെയുണ്ട്? ഇടാൻ പറ്റുന്നുണ്ടോ? എന്നിട്ട് കാണിച്ചേ. ഓ, തന്നെയൊക്കെ ബാഗിടാൻ അറിയാച്ചേ. ഇനി അങ്ങോട്ട് നടന്ന് കാണിച്ചേ. പൊളി. ഇങ്ങ് വാ. ചുണ്ടിരി പണി.
പിന്നെ 2 അമ്മച്ചിമാരെ വിളിച്ച് നാട്ടിലേക്ക് വിളിച്ച് അവർ രണ്ടുപേരും അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. സെറ്റപ്പാണോ സഫേ? അമ്മ ബാഗ് പിടിക്കാം ഞാൻ. പിള്ളേരെല്ലാം കണ്ടില്ലേ കൂട്ടക്കൂട്ടായിട്ട് സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നു. ബസ് പോകുന്നു. എവിടെ ചെന്നാലും പിള്ളേരെ കാണാം കേട്ടോ ബാഗ് ഇട്ടിട്ട് പോകുന്ന വഴിക്ക്. അങ്ങനെ വളരെ പ്രതീക്ഷകളോടെ സ്കൂളിനെ കുറിച്ചുള്ള ഇമാജിനറി സ്റ്റോറീസൊക്കെ പറഞ്ഞ് അച്ഛൻ കൊച്ചും ഞങ്ങളെല്ലാം ഇതാണ്ട് ലാസ്റ്റ് സ്കൂളിലെത്തി. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇച്ചിരി വലിയൊരു ക്യൂ നിൽക്കണം കേട്ടോ. നമ്മൾ വലിയ ക്യൂ അല്ല, ലൈക്ക് നിൽക്കണം. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഓരോ പിള്ളേരായിട്ട് അവരിങ്ങനെ പതുക്കെ അകത്ത് കയറ്റത്തുള്ളൂ. പേര് വിളിച്ച് കയറ്റി പോകും. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഫുൾ എക്സൈറ്റ്മെന്റിലാട്ടോ പോകുന്നത്. ഇനിയുള്ള സീൻ കാണണം. Good morning. Nice to see you again. Are we all ready? We're gonna go in here. Okay, I think that's everybody. My work number. Asaf, Oh, our phone number? Asaf? Your phone number? Okay, just one കളിക്കണേ, minute. എല്ലാ ഗെയിംസും കളിക്കണേ. Excuse me. Oh, okay, perfect. Room 15. Yeah, Yes. room 15. Okay, he's in Rian, this room over Rian, here. your bag. What's his name? Rian. Rian. Okay, Rian, you're in this classroom over here. I'll make sure you get in there. Come here. Rian. Bye, Rian. Rian, this one. Rian. Bye. Rian. We have Rian. Come over here. Come here. ഗെയിംസ് ഉണ്ട്, ടോയ്സ് ഉണ്ട്. ആ പിടിച്ച വലയിൽ ടീച്ചർ വലിച്ചെടുത്ത് അകത്ത് കൊണ്ടിട്ട് കഥ കടച്ച് അവിടെ ഭയങ്കര കരച്ചില്ലായിരുന്നു കേട്ടോ. അവിടെ ചെന്നുടനെ ഗൈസ് വലിയ കരച്ചിലൊക്കെ പാസ്സാക്കി ആൾ പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ജനലുണ്ടേ, ജനൽ വഴി നമുക്കിങ്ങനെ ഒളിഞ്ഞു നോക്കാം. ഒളിഞ്ഞു നോക്കിയപ്പോൾ അവൻ എന്നെ കണ്ടിട്ട് ഓടി തിരിച്ച് ജനലിൽ അവിടെ വന്നിട്ട് തിരിച്ചു വാന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ പിന്നെ അവിടെ നിന്ന് മുങ്ങി. അവിടെ നിന്നാൽ പ്രശ്നമാവും. ലൈക്ക് പിന്നെ അവൻ കരഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പതുക്കെ നൈസായിട്ട് അമ്മ ഇവിടെ ഉണ്ടെന്ന് ആക്ഷനൊക്കെ കാണിച്ചിട്ട് പതുക്കെ നടന്ന് വീട്ടിലെത്തി. ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല, ഒത്തിരി ഒത്തിരി പ്രശ്നമാക്കുവാന്നേ വിളിക്കാം, അല്ലെങ്കിൽ അവൻ സെറ്റായിക്കോടെ, നോർമലാണ്. ഞാൻ ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്യണോ? അവന് വേണ്ട, ഒന്നും ചെയ്യണ്ട, അങ്ങ് പോയാൽ മതി. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി അറിയത്തില്ല, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂറായി അവിടെ. കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, ഇല്ലേ വിളിച്ചേനെ. അഡ്ജസ്റ്റ് ആകും. കുറച്ച് കഴിയുമ്പോൾ ടോയ്സ്, അവിടെ ഫുൾ ടോയ്സ് ആണല്ലോ, അപ്പം ടോയ്സും സാധനങ്ങളും പിള്ളേരുണ്ട്. എല്ലാവരും കണ്ടു കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ആകും. അവൻ ഓക്കെ ആയിരിക്കും. അവന് ബ്രേക്ക് ടൈമായി. അപ്പം ഞാൻ മിക്കവാറും മഫിൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. രാവിലെ എന്താവോ കഴിക്കുമോ അറിയത്തില്ല. ലെറ്റ്സ് സീ. ഭയങ്കര ബോറടിയാവും, വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഓ മൈ ഗോഡ്. സഫ വീട്ടിലുള്ളപ്പം നിങ്ങൾ വഴക്കുണ്ടാക്കും. അവിടെ പോയിരിക്കണം, ഇവിടെ പോയിരിക്കും, എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്, എന്നെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുക, ഇറിറ്റേറ്റ് ചെയ്യാതെ അവിടെ പോയിരിക്കുക, നീ പോയി കളിക്കുക എന്നൊക്കെ പറയും. പക്ഷെ അവൻ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പം ഭയങ്കര ശാന്തത, ഭയങ്കര ഉറങ്ങിയതുപോലെ ഇരിക്കുന്നു. ഇവിടെ ഭയങ്കര സൈലൻസാണ്. തിരിച്ചു വരുമ്പം പിന്നെ ഒരു ബഹളമായിരിക്കും. ഇനി അവൻ്റെ എന്താണ് നമ്മുടെ സംഭവിക്കുന്ന കഥയെന്ന് കേൾക്കാൻ ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കും. അവിടെ എന്തായിരിക്കും ഇന്ന് സംഭവിച്ചിട്ടുണ്ടാവുക. ഗൈസ്, അങ്ങനെ കൊച്ചിൻ്റെ സ്കൂൾ ടൈം തീരാറായി. ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചടുത്താണ്, ഒരു 5 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. അവിടെ ചെന്ന് വിളിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഓടിക്കൊണ്ടിരിക്കുമോ. നോക്കാം എങ്ങനെയാണ് റെസ്പോണ്ട്. നിൽക്കാറും ദേഷ്യമായിരിക്കും, ഇടിച്ച് പറിച്ച് തന്നെ മാമ്പി എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. മേ ബി, അറിയത്തില്ല, നോക്കാം. So he cried this morning. Oh my gosh, what is that? Zucchini! What is that? No, it's okay. Hello, my love, how are you? It's nice to see you. Hi. How are you? Thank you. Still there? It's this morning. So he's crying. You guys feed. Do you need anything today? Yeah.
What do you want to talk to us? അമ്മയുടെ കൊച്ചിനല്ലേടാ കൊച്ചിന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതും വലുതാണ് ഞാൻ കൊണ്ടുവന്നത്. 2 കട്ടയാണ് കൊണ്ടുവന്നത്. ആ തന്നതാ ചിരിച്ച് അവിടെ കൊച്ചു ചിരിച്ച് ഒരു മുട്ട കഴിച്ചിട്ട് ചിരിച്ചു പ്ലീസ് അറിയാം നിന്റെ ഐഡിയ അറിയാവേ. ഒരു മുട്ട ടീച്ചർ നോക്കുന്നു ചിരിച്ചിട്ട് മുട്ട കഴിച്ചു. ചിരിയൊക്കെ വരുന്നുണ്ട്. മധുരമൊക്കെ കിട്ടിയപ്പോഴേ നല്ല മുട്ടായൊക്കെ കിട്ടിയപ്പോ ചിരിയൊക്കെ ശുണ്ടിരൻ അതിന് എൻജോയ് ചെയ്തവന് എനിക്കറിയാം. ശുണ്ടിരനാരാ? ആ മറ്റേ ശുണ്ടിരനാരാ? ഇച്ചിരി വെള്ളം കുടിച്ചോ, ശക്തി കിട്ടി. വെള്ളമൊക്കെ അതുപോലെ ഹാഫ് കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഓ ദാഹിച്ചു പോയോടാ. അയ്യോ ഇത്രയും ദാഹം ഉണ്ടായിരുന്നുണ്ട് വെച്ച് കരഞ്ഞാലും ദാഹിച്ചാണ്, കണ്ണീരല്ല. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഗെയിംസ് ഒക്കെ കളിച്ച? അത് കളപ്പറാണേ. ഗെയിംസ് ഒന്നും കളിച്ചില്ല? ഗെയിംസ് ഒന്നും കളിച്ചില്ല? സത്യമായിട്ടും ഗെയിംസ് കളിച്ചില്ലേ? ഫ്രണ്ട്സിനെ കിട്ടിയോ? പറ അപ്പയോട് പറ, ഫ്രണ്ട്സിനെ കിട്ടിയോ? ഫ്രണ്ട്സിനെ കിട്ടിയോ? ഇപ്പൊ സുഖമില്ല അമ്മ കെട്ടിപ്പിടിക്കാൻ. വീട്ടിൽ വെച്ച് കെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ ഒരു സുഖമില്ല. അപ്പയായിട്ട് ഫ്രണ്ട് ആണോ നോക്കേ? അപ്പൊ കട്ടി ഫ്രണ്ട് ആക്ക്. ഇത് ഫ്രണ്ടാണേ. അത് ഫ്രണ്ടാണ്. അത് ഫ്രണ്ടാ. അത് ഫ്രണ്ടാണേ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? സ്കൂൾ ഇഷ്ടപ്പെട്ടോ? സ്കൂൾ ഇഷ്ടപ്പെട്ടോ? ആ ടീച്ചർ പറഞ്ഞു കേട്ടോ, ഇവന്റെ അപ്പൻ ഇങ്ങനെ പിച്ചി മാന്നുന്ന ആളല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഷാഫിന്റെ ഫസ്റ്റ് ഡേ സ്കൂൾ കഴിഞ്ഞു. ഇനി സുഖമല്ല, ഇനി നാളെ രാവിലെ പോയാ മതി. പറ സാഫെ, സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? പന്നലല്ല, സത്യം പറ. നീ പോടാ, എന്തുവാടാ? ഇതാര് തന്നതാടാ ടോയ്? കരഞ്ഞപ്പോ ടീച്ചർ ടോയ് ഒക്കെ തന്നു. ഓ അസാഫ്, ഇതെന്താ ഷൂ ഉണ്ട് ടേബിളിൽ വെച്ചേ? മാറ്റിക്ക് വെച്ചേ, ഇവിടുന്ന് മാറ്റിക്ക്. അസാഫ് പെയിന്റ് ചെയ്തത്. പിന്നെ എന്തിയെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെ ഖാലിയാക്കിയെന്ന് നോക്കട്ടെ. അയ്യോടോ, കൊടുത്തത് അതുപോലെ ഇരിക്കുന്നു. നീ പിന്നെ എന്തുവാ അസാഫ് അവിടെ കഴിച്ചേ? അപ്പൊ 2 ലഞ്ച് ടൈം ഉണ്ടായിരുന്നു. ആദ്യത്തെ ലഞ്ച് ടൈമിൽ നീ എന്തോ കഴിച്ചേ? ആണ്ട് ഇത് മുട്ട അവിടെ ഇരിക്കുന്നു. ഇതിന്റെ ഹാഫ് കഴിച്ചോ? ചോറ് ഇച്ചിരി കഴിച്ചോ? നീ ചോറ് ഇച്ചിരി കഴിച്ചെന്ന് തോന്നുന്നു. അച്ഛേ അവള് ആ ടീച്ചർ വാരി തന്നപ്പോ നീ കഴിച്ചായിരുന്നോ? കോണൊക്കെ മേളി വന്നിട്ടുണ്ട്, ഏതാണ്ടൊക്കെ കഴിച്ചെന്ന് തോന്നുന്നു. കുറച്ച് ഹാഫ് കഴിച്ചു, ചോറ് ഹാഫ് കഴിച്ചു. ഇനി അസാഫ് കഴിക്കാത്ത സ്ഥിതിക്ക് അമ്മ കഴിക്കട്ടെ ബാക്കി. ഇപ്പൊ അസാഫിന് സ്കൂളിൽ പോയി സങ്കടമൊക്കെ മാറിയോ? ഇനി നാളെ കരയുവോ? നാളെ സന്തോഷമായിട്ട് പോവോ? ഗെയിംസ് ഒക്കെ കളിക്കോ? സെറ്റാക്കോ? അപ്പൊ ഇനി നാളെ തൊട്ട് ഞാൻ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് സ്നാക്ക് ഒക്കെ ഉണ്ടാക്കണം. എനിക്ക് വയ്യ, എനിക്കത് ആലോചിക്കാൻ വയ്യ. Anyway, we will do it. We'll make it. So thank you for watching. Please subscribe to the channel. Bye.